കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇടതുമുന്നണിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. എന്നാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും നിർണ്ണയിച്ച രാഷ്ട്രീയമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക എന്നാണ് UDF വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ചവർക്ക് മികച്ച ഭൂരിപക്ഷമുണ്ട്. VT ബൽറാം അട്ടിമറി വിജയം നേടിയ തൃത്താലയിലെ 3197 വോട്ടാണ് ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. അഥവാ ഇത്തവണ കടുത്ത മത്സരത്തിലൂടെയല്ലാതെ ഇരുമുന്നണികൾക്കും കൂടുതൽ സീറ്റ് സ്വന്തമാക്കാനാവില്ലെന്നർത്ഥം. തൃത്താല തിരിച്ചുപിടിക്കുക എന്നത് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ഒപ്പം പട്ടാമ്പിയിലും പാലക്കാട്ടും മണ്ണാർക്കാടും അവർ കണ്ണുവയ്ക്കുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിലുണ്ടായ തർക്കം പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 2 തവണ തിരിച്ചയച്ച പട്ടികയിൽ പേരുകൾ മാറിമറിയുന്നത് പ്രവർത്തകരിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഒറ്റപ്പാലം, നെന്മാറ, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് UDFന്റെ അധിക പ്രതീക്ഷ. 3 മികച്ച സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ വിജയിക്കാമെന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ കോങ്ങാട് മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായത്. മറ്റ് 2 ഇതുവരെ മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ടില്ല. മത്സരമോഹികൾക്കാകട്ടെ ഒരു കുറവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മാത്രമാണ് UDFന് മുൻതൂക്കം ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടിയാണ് UDF നേരിട്ടത്. ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുമുന്നണി അധികാരത്തിലെത്തി. UDFന് ലഭിച്ചത് 18 മാത്രം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുക BJP സാന്നിധ്യം തന്നെയാകും. അതുവഴി പാലക്കാട്ടെ മത്സരവും. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ BJPക്ക് പാലക്കാട് ജില്ലയിലുണ്ടായിട്ടുള്ള പടിപടിയായിട്ടുള്ള ഉയർച്ച വോട്ടിങ്ങിൽ അത് കാണാതിരിക്കാൻ കഴിയില്ല. 2006 ഇടതുമുന്നണിയുടെ KK ദിവാകരൻ പാലക്കാട് നിന്ന് ജയിക്കുമ്പോൾ പാലക്കാട് പരാജയപ്പെട്ട 2 സ്ഥാനാർത്ഥികളിൽ ഒരാൾ നമ്മളൊക്കെ വിചാരിക്കും O രാജഗോപാലായിരുന്നു അന്ന് പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി. ഇടതുമുന്നണിക്ക് വേണ്ടിയിട്ട് KK ദിവാകരനും കോൺഗ്രസ് സ്ഥാനാർത്ഥി UDFന്റെ AV ഗോപിനാഥും. പക്ഷേ അന്നത്തേക്കാളൊക്കെ കൂടുതൽ BJP ഇവിടെ വളർന്നു വരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. അവരുടെ വളർച്ച സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷെ അതേ അവസരത്തിൽ നമുക്ക് അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഉണ്ടായിട്ടുള്ള വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു വളർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയണം. എന്നാൽ അതിഗുരുതരമായ ആഭ്യന്തര കലഹമാണ് BJP നേരിടുന്നത്. സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ച ശോഭാ സുരേന്ദ്രനെ അംഗീകരിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് എതിർപ്പുകൾ തൽക്കാലത്തേക്ക് ഒതുക്കിയെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യം പാലക്കാട്ട് ഇരുവിഭാഗം പ്രവർത്തകർക്കും ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ഈഴവ ജാതി സംഘടനയുമായുള്ള ചങ്ങാത്തം പാലക്കാട്ടെ അഗ്രഹാരം വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ശക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന മോഡി പ്രഭാവം അസ്തമിച്ചതും BJPയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ആഭ്യന്തര പ്രതിസന്ധികളില്ലാത്ത പാർട്ടികളില്ല. എന്നാൽ ആർക്കും അവകാശവാദത്തിനും ആവേശത്തിനും ഒട്ടും കുറവുമില്ല. ദിവസം ശരാശരി 40 ഡിഗ്രിയാണ് പാലക്കാട്ടെ ചൂട്. ഈ വേനൽ ചൂടിനെ കവച്ചുവെക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിന് ഇവിടെ കളമൊരുങ്ങിക്കഴിഞ്ഞു.